ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓവൻ ഇല്ലാതെ ഒരു സിമ്പിൾ പിസ്സ വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. ബ്രെഡ് കൊണ്ടാണ് ഈ പിസ്സ തയ്യാറാക്കുന്നത്. അധിക സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പിസ്സ തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇത് തേച്ച് പിടിപ്പിച്ച് ഈ ചിക്കനെ കുറച്ച് നേരം വെച്ചിരിക്കണമെങ്കിൽ വെക്കാം, ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. നമുക്കിപ്പോൾ ഉടനെ തന്നെ ഇത് പിസ്സ തയ്യാറാക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇത് വെച്ചിരിക്കുന്നില്ല. ഉടനെ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒന്ന് മസാലയൊക്കെ തേച്ച് ഈ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ബൗളിലോട്ടാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ആ എണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതിയാകും. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസുകളാക്കി അതൊന്ന് ചൂടാക്കി എടുക്കുക. കറക്റ്റായിട്ടും പിസ്സയുടെ ടേസ്റ്റൊക്കെ വരണമെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കത് ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഒരു ബൗൾ സവാള ചേർത്ത് കൊടുക്കാം. അത് ചെറിയ രീതിയിൽ സ്ക്വയറാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നല്ല വലുതുമല്ല, നമ്മൾ ബ്രെഡിൽ വെക്കാനല്ലേ, അപ്പോൾ ചെറിയ രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇതൊന്നും അധികം നല്ലതുപോലെ ഒന്ന് വേകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. സവാള ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഞാൻ ഇത് വെജിറ്റബിൾ മാത്രം വെച്ച് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാനിതിൽ കുറച്ച് ചിക്കനും കൂടെ ചേർക്കണോണ്ടാണ് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചത്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അടുത്തതായി കുറച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോയാണ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അകത്തുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ തോട് മാത്രം മതിയാകും, അല്ലെങ്കിൽ നല്ല പുളിപ്പായിരിക്കും. അതുകൊണ്ടാണ് ഇത് തോട് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പീസുകളാക്കി അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ഒറിഗാനോയാണ്. ഇത് നമ്മൾ ഈ പിസ്സ തയ്യാറാക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇത് വേണ്ടി വരും. ഇത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു പൊടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിസ്സ തയ്യാറാക്കുമ്പോൾ ഇത് നിർബന്ധമായും ചേർത്തിരിക്കണം. ഇതും ഒലിവ് ഓയിലും നിർബന്ധമാണ്. പിന്നെ ചീസും, ഇത് മൂന്നും എന്തായാലും നിർബന്ധമാണ്. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതനുസരിച്ച് ഇടാവുന്നതാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ടിന്ന് 99 രൂപയ്ക്കാണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടും, അവിടെ നിന്ന് വാങ്ങിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചെറിയൊരു എരിവിന് വേണ്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കുറച്ച് പീസുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചീസ് വെച്ചതിന് ശേഷം അതിലോട്ട് ഓരോ പീസ് വീതം വെക്കാൻ വേണ്ടിയാണ്. ഇനി ഇതും കൂടെ ചേർത്ത് ഈ ചിക്കൻ നമുക്ക് കുറച്ചൊന്ന് പൊടിച്ച് വേണമെങ്കിലും ഇടാം, ഇതുപോലെ ചെറിയ പീസുകൾ തന്നെ ഇടുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ചിക്കനും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാവുക. ഇതിനി ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ തണുത്ത് ഒരു ബൗളിലോട്ടാക്കാം. പിസ്സ തയ്യാറാക്കാൻ തുടങ്ങാം.
കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ കുറച്ച് ചീസ് ചെറിയ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും നമുക്ക് എടുക്കാം. അതിൻ്റെ ഒരു ഭാഗത്തോട്ട് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ഒരു ഭാഗത്ത് ബട്ടർ തേച്ചതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് മറിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് മധുരം ഉള്ളതുകൊണ്ട് അതനുസരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും. അതിൻ്റെയൊക്കെ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കുക. ഞാൻ ഇത് മൊത്തം സോസ് ഒന്ന് തേക്കണം. നല്ല കൂട്ടി സോസ് ചേർക്കരുത്, ബ്രെഡ് ആയതുകൊണ്ട് നല്ല കൊമന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിതിൽ ഒലിവ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഏത് ബ്ലാക്കോ വൈറ്റോ ഏതെങ്കിലും ഒലിവ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും. ഇനി ഞാൻ സോസ് തേച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ മിക്സിയിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കുന്നുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം അതിൽ നിറയത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. മിക്സ് വെച്ചതിന് ശേഷം പിന്നെ ചീസ് ചേർത്ത് കൊടുക്കാം. ചീസിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. അത് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും. ചീസും ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ചീസ് ആവശ്യത്തിന് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു പീസ് ചിക്കനൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന നമ്മുടെ പിസ്സ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ആദ്യത്തെ സൈഡ് ബട്ടർ തേച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ആവശ്യത്തിന് സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കനും വെജിറ്റബിളും ആയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേളിലായിട്ട് ആവശ്യത്തിന് ചീസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പീസ് ചിക്കൻ വയ്ക്കുക. ഇനി നമുക്കിത് പിസ്സ തയ്യാറാക്കാൻ തുടങ്ങാം. ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. പിസ്സ ഒന്ന് മെൽറ്റായി വരേണ്ട ആവശ്യമുണ്ട്. ഇനി അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. ഫ്രൈ പാൻ സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ബ്രെഡാണ്, അത് വേഗം തന്നെ മൊരിഞ്ഞു പോകാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഓരോ ബ്രെഡ് ഇതുപോലെ പതിയെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിലത്തെ ഭാഗം ബട്ടറാണ്, അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പതിയെ ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ, എന്നാൽ ചൂടടിക്കുകയും വേണം. ഒരു ചെറിയ ചൂടായതിന് ശേഷം പാനിലോട്ട് വെച്ചാലും മതി. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചോണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ഈ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ ഇത് തയ്യാറായി. ഇനി നമുക്കിതിനെ ഒരു ചെറിയ അടപ്പ് എന്തെങ്കിലും കൊണ്ടൊന്ന് അടച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗം തന്നെ ഇത് തയ്യാറായി കിട്ടും. ഞാൻ ചെറിയ ഒരു ഗ്ലാസ് അടപ്പ് കൊണ്ട് അടയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് അടപ്പുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീലോ ഏതെങ്കിലും സാധാരണ അടപ്പ് വെച്ച് അടച്ചാലും മതിയാകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി എവിടെയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഞാൻ വേറെ 4 ഇട്ടിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് നമുക്ക് നോമ്പ് സമയങ്ങളിൽ ഇഫ്താർ വിഭവമായിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.